പക്ഷെ നമ്മുടെ മുൻപിലുള്ള അനുഭവം എന്താ? അനുഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സംഘടിതമായി ഹീനമായ നുണകൾ പ്രചരിപ്പിക്കുക, ഹീനമായ നുണകൾ പ്രചരിപ്പിച്ച് തൽക്കാലത്തേക്ക് വോട്ട് നേടുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും സത്യം പുറത്തു വരിക. അത് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിലധികവും കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈന്തുള്ളതിൽ ബിനു എന്നൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത് മാധ്യമപ്രവർത്തകർ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ഹീനമായ നുണയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലേ? ഹീനമായ ഒരു കളവ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അവസാനം അത് നുണയായിരുന്നുവെന്നും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നും വ്യക്തമാക്കപ്പെട്ടു, പരസ്യമാക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരായി എത്ര ഹീനമായ പ്രചാരവേല നടന്നു. ആ കാര്യത്തിൽ ഒരു കേസിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചു. നിങ്ങളെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? മാധ്യമപ്രവർത്തകരെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? ശിക്ഷിച്ചു, ശിക്ഷ ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആളുടെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണ് കേരളത്തിലെ പ്രശ്നം. ഇതൊക്കെ ഗതികേടിന്റെ ഒരു വിലാപമാണ്. CMDRF എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മാധ്യമപ്രവർത്തകൻ കരുതിയതുപോലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ബാങ്കിലിട്ട ഒരു അക്കൗണ്ട് എന്നാണോ ഇദ്ദേഹവും കരുതുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസും കരുതുന്നത്? CMDRF എല്ലാം വ്യവസ്ഥാപിതമായ ഓഡിറ്റിന് വിധേയമാകുന്ന, എല്ലാ പരിശോധനകൾക്കും വിധേയമാകുന്ന, CAGയുടെ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു സർക്കാരിന്റെ സംവിധാനമല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ആരാണോ മുഖ്യമന്ത്രി അങ്ങനെയാണ് കണക്ക്. അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ളതല്ല. ആ ഫണ്ടിലേക്ക് വന്ന തുക സർക്കാർ തീരുമാനത്തിനനുസൃതമായിട്ടാണ് ചെലവഴിക്കപ്പെടുക. അവിടെ വീട് മാത്രം വെച്ചാൽ പോരല്ലോ, ടൗൺഷിപ്പ് അല്ലേ. റോഡ് ഉണ്ടാക്കണം, ലൈബ്രറി ഉണ്ടാക്കണം, ക്ലിനിക്ക് ഉണ്ടാക്കണം, അങ്കണവാടി ഉണ്ടാക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കണം, ഒത്തുകൂടാനുള്ള സൗകര്യം വേണം, എല്ലാം വേണം. ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ്. ആ ടൗൺഷിപ്പിന് എത്ര പണമാണോ ആവശ്യം അത്രയും പണമാണ് അവിടുന്ന് ഉപയോഗപ്പെടുത്തുക. പ്രതിപക്ഷ നേതാവ് ഒടുവിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 230 വീടാണ്, 230 വീടാണ്. ഇപ്പോഴും നിങ്ങളുടെ നിഷ്കളങ്കതയിൽ എനിക്ക് മതിപ്പ് തോന്നുകയാണ് നിങ്ങളോട്. കാരണം ആ വീടൊക്കെ നിർമ്മിക്കപ്പെടും എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് മുൻവിധി വേണ്ട, ഞാൻ അതിന് നിങ്ങളെ വിമർശിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട് വെച്ചു കൊടുത്ത ചരിത്രവും ഇല്ല. സുനാമി മുതൽ ഇങ്ങോട്ട് CPIM വെച്ചു കൊടുത്ത വീടുകളുടെയും മറ്റും അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് ഏതൊരു പൊതുപ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്ന തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ അത് നമ്മുടെ മുന്നിലുണ്ട്, അതിനുശേഷമുണ്ട്, ഇപ്പോഴും നമ്മളത് കാണുകയാണ്. ഏത് വർഗീയവാദിയായാലും മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്ന ഭരണ സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ സമാധാന അന്തരീക്ഷം തകരണം, ഒരു മാറ്റം ഉണ്ടാവണം എന്നാണോ 2 ടേമായില്ലേ ഇനി ഒന്ന് മാറട്ടെ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത്? മാറേണ്ടത് സമാധാനമല്ല, സമാധാനം തുടരുകയാണ് വേണ്ടത്. വികസനം മാറുകയല്ല, വികസനം തുടരുകയാണ് വേണ്ടത്. ക്ഷേമം മാറുകയല്ല, തുടരുകയാണ് വേണ്ടത്. നല്ലതെല്ലാം തുടരുകയാണ് വേണ്ടത്. അതെല്ലാം മാറി തിന്മയുടേതായ, അരാജകത്വത്തിൻ്റെതായ, അരക്ഷിതാവസ്ഥയുടേതായ ഒരു കാലം വരികയല്ല വേണ്ടത്. അതുകൊണ്ട് ഒന്നിൻ്റെയും ആഴങ്ങളിലേക്ക് പോവുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ ഇത്തരം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനും ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങളും തയ്യാറാവുകയാണ് വേണ്ടത്. കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളും വളർച്ചയും തുടരണം, അഭിവൃദ്ധിപ്പെടണം എന്ന നിലപാടാണ് LDF മുൻപോട്ട് വെക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ഇല്ല, അങ്ങനെ ഒരു വലിയ പ്രചരണം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നുവെന്നേ ഉള്ളൂ. ജനങ്ങൾ അങ്ങനെ പെട്ടുപോയി എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അല്ല, ഈ പ്രകടന പത്രികയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ തെറ്റായ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നേതാവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രകടന പത്രികയെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞ വാചകം,
പ്രകടന പത്രികയ്ക്ക് ഒരു കോമഡിയല്ലേ? അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുമോ എന്നാണ്. ആ തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തെ സത്യത്തിൽ അവസാനിപ്പിച്ചത്, തിരുത്തിയത് LDF ആണ്. കേരളത്തിൽ തന്നെ ആദ്യമായി പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയൊക്കെ യാഥാർത്ഥ്യമാക്കി എന്ന് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ച് ഒരു പുതിയ ആരോഗ്യകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടത് LDF ആണ്. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പാലിക്കാനുള്ള പരിശ്രമം നടത്തി അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു. എന്നാൽ ആ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ എതിരാളികൾ വന്നിട്ടില്ല. അവരിപ്പോഴും പ്രകടന പത്രികയെ തെരഞ്ഞെടുപ്പിൽ വോട്ടിലാക്കിയുള്ള ഒരു വാഗ്ദാന പട്ടികയായിട്ട് മാത്രമാണ് കാണുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് എന്താണ് അവസ്ഥ? അതാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ഇപ്പോ തെലങ്കാന 25 മാസമാണ് പെൻഷൻ തുടങ്ങിയിരിക്കുന്നത്. അധികാരമുള്ളയിടത്ത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അധികാരത്തിൽ വന്നാൽ ഇക്കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കാൻ പറ്റൂ? അധികാരമുള്ളയിടത്ത് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്കൂളുകൾ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു ആരോപണമല്ല. ഇപ്പൊ അധികാരമുള്ളയിടത്ത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കേരളത്തിൽ 40% സ്കൂളുകൾ പൂട്ടണം എന്ന നിഗമനത്തിൽ എത്തിയവരാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ആരോപണമല്ല. മറിച്ച് അവരുടെ പ്രകടന പത്രികയിലുള്ളത് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വാഗ്ദാന പട്ടിക. അതിന് തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും ആയുസ്. അതാണ് ഇന്ത്യയിലെ കോൺഗ്രസ് തെളിയിച്ചിട്ടുള്ളത്. അതെ, ഇതില് നമ്മുടെ നാടാകെ ഇത്തിരി വൈകാരികമായി കാണുന്നൊരു വിഷയമാണല്ലോ വയനാട് ഫണ്ട്. ഞാനത് മുൻപ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. സാധാരണ നിലയിൽ ഒരു പാർട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പോ അത് സംബന്ധിച്ച് ആവർത്തിച്ച് നുണ പറയുകയാണ്. എത്ര നുണകൾ പറഞ്ഞു. പിരിച്ച ഫണ്ട് മുഴുവൻ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് കുറെ കൂടി വലിയ നേതാവ് പറഞ്ഞത് ഒക്കെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? പിരിച്ച പൈസക്ക് സ്ഥലം വാങ്ങി എന്നല്ലേ പറഞ്ഞത്? 5 കോടിക്ക് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് രേഖകൾ വന്നത്. 3,20,00,000 അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓരോ തവണയും കളവ് പറയുക. ഇതിലെ പ്രശ്നം മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് പണം വാങ്ങി, ദുരന്തത്തെ വിറ്റു കാശാക്കി, ഒരു ദുരന്തം വരാൻ കാത്തിരിക്കുന്നു പണമുണ്ടാക്കാൻ. എത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിപ്പോ തുടങ്ങിയതല്ല. കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ട് സംബന്ധിച്ച് അതിന്റെ കണക്ക് ചോദിച്ചത് ഏത് ഘട്ടത്തിലാണ്? കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് കണക്ക് ചോദിക്കുന്നതാണോ? അല്ല. ഞങ്ങൾക്ക് അങ്ങനെ കണക്ക് ചോദിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ലല്ലോ. പ്രളയം വന്നു, 1000 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? നമ്മൾ കേട്ടതല്ലേ? 1000 വീട് നിർമ്മിച്ചു കൊടുക്കും. എത്ര കോടി പിരിച്ചു? ഒരൊറ്റ വീട് വെച്ച് കൊടുത്തോ? ഈ ചോദ്യം അന്ന് ഉയരേണ്ടതാണല്ലോ. KPCC പ്രസിഡന്റ് മാറിയപ്പോ പറഞ്ഞു 1000 വീട് വെച്ച് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. 500, ഒറ്റ വാക്കിൽ 500 വീട് പോയി. അത് പിന്നെ 0 ഒറ്റ വീട് വെച്ച് കൊടുത്തില്ല. അത് കഴിഞ്ഞു വരുന്ന ദുരന്തമാണ് വയനാട് ദുരന്തം. അപ്പൊ ദുരന്തം കാത്തിരിക്കുകയാണ്, ഒരു അവസരം എന്ന പോലെ. ദുരന്തത്തെ പണമുണ്ടാക്കാനുള്ള അവസരമായി കാണുക. ദുരന്തം വരുമ്പോൾ സാധാരണ മനുഷ്യരെല്ലാം സഹായിക്കണമെന്ന ചിന്തയിലേക്ക് എത്തും. എന്നാൽ കോൺഗ്രസ് എത്തുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അത് പ്രളയകാലത്തേതുപോലെ വയനാട് ദുരന്തകാലത്തും ആവർത്തിച്ചു, ഹീനമായി ആവർത്തിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ വാസയോഗ്യമല്ലെന്ന വിമർശനമുള്ള 3 ഏക്കർ ഭൂമിയോ മറ്റോ വാങ്ങി എന്ന് പറയും. അവിടെ 230 വീട് വെക്കാൻ കഴിയുമോ? ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്തൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. 3 ഏക്കർ ഭൂമിയിൽ 230 വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? അവിടെ ഒരു തറക്കല്ലിട്ടു. ആ കല്ലിന്റെ മുകളിൽ ഇനി ഒരു കല്ല് വരില്ല എന്ന് കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ കേൾക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ.
തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ ഒരു കണക്ക് അവതരിപ്പിക്കും കണ്ണിൽ പൊടിയിടാൻ. അത് പരിശോധിച്ച് വരുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മോഷണം മനുഷ്യത്വഹീനമാണ്, മനുഷ്യരായി പിറന്നവർ ചെയ്യാത്തതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ആലോചനകളൊക്കെയാണ് നടത്തുന്നത്. ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പിരിച്ച പൈസ കഴിഞ്ഞു എന്നും ഭംഗ്യം തരാണ് പറയുകയുണ്ടായി. അപ്പോ ഇങ്ങനെയുള്ള പല നാടകങ്ങളും നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കമാണ്. എന്താണത്? ഞങ്ങൾ മാത്രമല്ല മോഷ്ടാക്കൾ, എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. CPIM ഫണ്ട് പിരിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇതാ വെബ്സൈറ്റ് കാണിച്ചില്ലേ. സാധാരണ ഇങ്ങനെയൊന്നും മനുഷ്യർ ചിന്തിക്കാത്തതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, അത്രമാത്രം നിലയില്ലാ കയത്തിലായി ഈ കോൺഗ്രസ്. ജീവന്റെ അവസാന കണിക നിലനിർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കച്ചി തുരുമ്പിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് കോൺഗ്രസിന്റെ കൈ പൊള്ളുകയുള്ളൂ. എന്താ കാരണം? വയനാട് ദുരന്തമുണ്ടായപ്പോൾ CPIM ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചില്ല എന്നത് ശരി. ഏത് CPIM? CPIM കേരള ഘടകം ഇവിടെ നേരിട്ട് ഫണ്ട് ശേഖരിക്കണ്ട, CPIM കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കാം എന്ന് തീരുമാനിച്ചു. എല്ലാ CPIM പ്രവർത്തകരും ഭവന സന്ദർശന സ്ക്വാഡുകളായി പോയി ഓരോ വീട്ടിലും കടയിലും കയറിയിറങ്ങി ഈ മഹാദുരന്തത്തിൽ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ പ്രവർത്തനത്തെ പിന്തുണയ്ക്കണം, CMDRF-ലേക്ക് സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത സംഭാവന കിട്ടിയില്ലേ CMDRF-ൽ? അത് CPIM-ന്റെ കൂടി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തു. എന്നാൽ രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും CPIM കേന്ദ്ര കമ്മിറ്റി ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാറുണ്ട്. അത് നിങ്ങൾ ചരിത്രത്തിൽ നോക്കിക്കോളൂ. വയനാട് മാത്രമല്ല, ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, മധ്യപ്രദേശിലുണ്ടായാൽ ഒക്കെ ഓരോ സന്ദർഭത്തിലും രാജ്യത്ത് പ്രധാനമായ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, വലിയ ആഘാതമേറിയ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി ജനങ്ങളുടെ മുൻപാകെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാറുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയിട്ട് പണം പിരിക്കുന്ന രീതി അവിടെ ഇല്ല. അക്കൗണ്ട് നമ്പർ ജനങ്ങളുടെ മുൻപാകെ കൊടുക്കുകയാണ് ചെയ്യുക. CPIM-നെ വിശ്വാസമുള്ള അഭ്യുദയകാംക്ഷികൾ അവർ അതിലേക്ക് പണം നിക്ഷേപിക്കും. കുറച്ചു നാൾ കഴിഞ്ഞ് ഏറെക്കുറെ ആ ഫണ്ടിൽ വരാനുള്ള പണം വന്നു എന്ന് കണ്ടാൽ എത്രയാണോ വന്നത് ആ പണം പൂർണ്ണത്തോടെ കൈകാര്യം ചെയ്യുക എന്നതിൽ കടുകുമണിയുടെ വിട്ടുവീഴ്ച ചെയ്യില്ല CPIM. എന്നാൽ ഇത് സംബന്ധിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ആ പുകമറ സൃഷ്ടിക്കുന്നതൊക്കെ കയ്യിലിരിക്കുകയുള്ളൂ. എപ്പോഴും ഈ ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. വയനാട്ടിൽ നിന്ന് നിങ്ങൾ കൊള്ളയടിച്ച പണം, ആ പണത്തിന്റെ കണക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് വീടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ പോലും കൊടുക്കാത്ത തട്ടിപ്പ്, കളവ്. UDF എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉഡായിപ്പ് ഡെമോക്രാറ്റിക് ഫ്രണ്ടായിട്ട് മാറി. അതാണ് ഇപ്പോഴത്തെ UDF. സത്യസന്ധത എന്ന വാക്കുപോലും UDF-ൽ നിന്നും പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ്. ജനങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് പിരിവിന്റെ കാര്യത്തിലും വാഗ്ദാനത്തിന്റെ കാര്യത്തിലും ജനവഞ്ചന മാത്രമാണ് UDF ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നത്. അല്ല, അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും ഈ കാര്യത്തിലെല്ലാം ഒരു പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുന്നവരാണ്. ഏത് സാഹചര്യത്തിലാണ് കണക്ക് ചോദിക്കേണ്ടി വരുന്നത്? ഇപ്പൊ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ധനസമാഹരണം നടത്തിയാൽ ഉടനെ പോയിട്ട് അതിന്റെ കണക്ക് ചോദിക്കാനൊന്നും വേറെ ആർക്കും അവകാശമില്ല. അത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഞങ്ങളല്ല, ജനങ്ങളാകെ ഇത് ചോദിക്കുന്നത്? ജനങ്ങളുടെ മുൻപിൽ കള്ളന്മാരാണിവർ എന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രളയ സമയത്ത് 1000 വീട് വാഗ്ദാനം ചെയ്തിട്ട് അത് 0 വീടായി മാറി. പിരിച്ച പണത്തിന് കണക്കില്ല. വയനാട് ദുരന്തത്തിൽ ഇത് ആവർത്തിച്ചു. അവിടെ കോൺഗ്രസിന്റെ വീട് പണി നടക്കുകയാണെങ്കിൽ ആരെങ്കിലും കണക്ക് ചോദിക്കൂ? 1000 വട്ടം കണക്ക് ചോദിച്ചപ്പോഴല്ലേ 3 ഏക്കർ സ്ഥലം വാങ്ങിയത്. അപ്പോ മോഷണം നടത്തിയത് കൊണ്ട് അത് നടത്തി എന്ന് ജനങ്ങളുടെ മുൻപിൽ ബോധ്യമായപ്പോഴാണ് കണക്ക് ആവശ്യപ്പെട്ടത്. അതല്ലാതെ
കോൺഗ്രസിന്റെ കണക്കൊന്ന് പരിശോധിച്ച് കളയാം എന്ന് കരുതി ഞങ്ങൾ ആരും വന്നതല്ല. ഇതൊക്കെ ഗതികേടിന്റെ ഒരു വിലാപമാണ്. CMDRF എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മാധ്യമ പ്രവർത്തകൻ കരുതിയതുപോലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ബാങ്കിലിട്ട ഒരു അക്കൗണ്ട് എന്നാണോ ഇദ്ദേഹവും കരുതുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസും കരുതുന്നത്? CMDRF എല്ലാം വ്യവസ്ഥാപിതമായ ഓഡിറ്റിന് വിധേയമാകുന്ന, എല്ലാ പരിശോധനകൾക്കും വിധേയമാകുന്ന, CAGയുടെ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു സർക്കാരിന്റെ സംവിധാനമല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ആരാണോ മുഖ്യമന്ത്രി അങ്ങനെയാണ് കണക്ക്. അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ളതല്ല. ആ ഫണ്ടിലേക്ക് വന്ന തുക സർക്കാർ തീരുമാനത്തിനനുസൃതമായിട്ടാണ് ചെലവഴിക്കപ്പെടുക. അവിടെ വീട് മാത്രം വെച്ചാൽ പോരല്ലോ, ടൗൺഷിപ്പ് അല്ലേ. റോഡ് ഉണ്ടാക്കണം, ലൈബ്രറി ഉണ്ടാക്കണം, ക്ലിനിക്ക് ഉണ്ടാക്കണം, അങ്കണവാടി ഉണ്ടാക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കണം, ഒത്തുകൂടാനുള്ള സൗകര്യം വേണം, എല്ലാം വേണം. ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ്. ആ ടൗൺഷിപ്പിന് എത്ര പണമാണോ ആവശ്യം അത്രയും പണമാണ് അവിടുന്ന് ഉപയോഗപ്പെടുത്തുക. ദുരിതാശ്വാസ നിധിയിലെ പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട്. നിയമാനുസൃതം മാത്രമേ പറ്റൂ. അതൊക്കെ ഇവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി പിരിക്കുന്ന ഫണ്ട് പോലെയല്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം ചെലവഴിക്കാൻ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ. PM കെയർ പോലെയല്ല. അത് ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ല, അതില് ഈ പറയുന്ന പുകമറയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റൂ. അവിടെ പോയി ദുരന്ത ബാധിതരായ ആളുകൾ, വീട് കിട്ടിയ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇതില് ഒരു ടൗൺഷിപ്പിന്റെ ഒരു ഭാഗമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ വീടുകൾ ഇപ്പോൾ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിന്റെ ചെലവിൽ വാടക വീടുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ താമസിക്കുമ്പോഴേക്ക് അവസാനം മിനുക്കുപണി കൂടി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമേ അതിലുള്ളൂ. അതൊന്നും ഒരു ആരോപണമായി ഉന്നയിക്കാൻ ഗൗരവമുള്ള ഒരു കാര്യമല്ല. അത് അതിന്റെ വഴിയിൽ നടക്കുന്നതാണ്. ദുരന്ത ബാധിതർക്കും സമൂഹത്തിനും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഏതാ? എത്ര ആണോ? ആണോ? എനിക്ക് വ്യക്തമായില്ല, ഒന്നുകൂടി ഇത് പറയാമോ? ശരി. ഒന്ന്, കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് 100 വീടല്ല. ഞാനതൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഒടുവിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 230 വീടാണ്. 230 വീടാണ്. ഇപ്പോഴും നിങ്ങളുടെ നിഷ്കളങ്കതയിൽ എനിക്ക് മതിപ്പ് തോന്നുകയാണ് നിങ്ങളോട്. കാരണം ആ വീടൊക്കെ നിർമ്മിക്കപ്പെടും എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് മുൻവിധി വേണ്ട. ഞാനതിന് നിങ്ങളെ വിമർശിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട് വെച്ചു കൊടുത്ത ചരിത്രവും ഇല്ല. സുനാമി മുതൽ ഇങ്ങോട്ട് CPIM വെച്ചു കൊടുത്ത വീടുകളുടെയും മറ്റും അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് ഏതൊരു പൊതുപ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്ന തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ അത് നമ്മുടെ മുന്നിലുണ്ട്, അതിന് ശേഷമുണ്ട്, ഇപ്പോഴും നമ്മളത് കാണുകയാണ്. ഏതായാലും സമൂഹത്തിൽ വിമർശനം ഉയർന്നു വന്ന വിമർശനം വളരെ ശക്തിപ്പെട്ടപ്പോൾ സ്ഥലം വാങ്ങി. അത് തന്നെ ഒരു വലിയ മാറ്റമാണ്. സ്ഥലം വാങ്ങി എന്നുള്ളതാണ്. അവിടെ വീട് നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. അത് അവർ ചെയ്യേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം അവർ ചെയ്യുമെന്നുള്ളത്. ടൗൺഷിപ്പിൽ വീട് കിട്ടാൻ, വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന നില സർക്കാർ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില സംഘടനകളെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന വാഗ്ദാനം വിശ്വസിച്ച് സർക്കാരിന്റെ വാഗ്ദാനം, അതായത് വീട് അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ ഒരു വീട്, ഇനി അത് ആവശ്യമില്ല എന്നുള്ളവർക്ക് നിശ്ചിത തുക നൽകാം എന്ന് പറഞ്ഞപ്പോൾ തുക വാങ്ങിയവരുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവരുടെ പ്രയാസമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുക വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താം എന്ന നിലപാട് സ്വീകരിച്ചവരുണ്ട്. അവരിപ്പോ ആകെ നിരാശയിലാണ്. അത് വസ്തുതയാണ്. അവരിവരെ വിശ്വസിച്ചതാണ്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായും
നിരാശരും ആലംബഹീനരുമായ ആളുകളോടൊപ്പം നിൽക്കുകയല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞവർ അത് പാലിക്കേണ്ടതാണ്. അത് പാലിക്കില്ല എന്ന് നിങ്ങളെപ്പോലെ ഉള്ളവർക്കും ബോധ്യമാവുന്ന ഒരു സമയത്ത് അത്തരമൊരു വിഷയത്തിൽ നമ്മുടെ സമൂഹം കൂട്ടായിട്ടും സർക്കാരും ഒക്കെ ചിലപ്പോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരോ? ഞാൻ നിങ്ങൾ ഈ പറയുന്നത് ഒരു വാർത്തയായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിലുള്ള അനുഭവം എന്താ? അനുഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സംഘടിതമായി ഹീനമായ നുണകൾ പ്രചരിപ്പിക്കുക, ഹീനമായ നുണകൾ പ്രചരിപ്പിച്ച് തൽക്കാലത്തേക്ക് വോട്ട് നേടുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും സത്യം പുറത്തു വരിക. അത് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിലധികവും കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈന്തുള്ളതിൽ ബിനു എന്നൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത് മാധ്യമപ്രവർത്തകർ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ഹീനമായ നുണയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലേ? ഹീനമായ ഒരു കളവ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അവസാനം അത് നുണയായിരുന്നുവെന്നും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നും വ്യക്തമാക്കപ്പെട്ടു, പരസ്യമാക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരായി എത്ര ഹീനമായ പ്രചാരവേല നടന്നു. ആ കാര്യത്തിൽ ഒരു കേസിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചു. നിങ്ങളെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? മാധ്യമപ്രവർത്തകരെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? ശിക്ഷിച്ചു, ശിക്ഷ ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആളുടെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണ് കേരളത്തിലെ പ്രശ്നം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒരു കളവ് പ്രചരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതായി വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി പ്രതിയെ ശിക്ഷിക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണ് ലീഗ്. ഒരു ചെറുപ്പക്കാരനെ കളവ് പ്രചരിപ്പിച്ച് വെട്ടിക്കൊന്ന പാർട്ടിയാണ് ലീഗ്. അപ്പൊ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വരികയാണ്. ആരോപണങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ്. അപ്പൊ ഇത് സംബന്ധിച്ചെല്ലാം ഏത് തരത്തിലുമുള്ള വ്യവസ്ഥാപിതമായ പരിശോധനകൾ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഈ ഘട്ടത്തിൽ ഇതേ പറയാൻ പറ്റൂ. കാരണം ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ, കോഴിക്കോടൻ ആരോപണങ്ങളിൽ നമ്മുടെ അനുഭവം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. കോഴിക്കോടിനെ ഞാൻ അപമാനിച്ചു എന്നൊന്നും പറയല്ലേ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തില് വലിയ പാരമ്പര്യമുള്ളൊരു നഗരമാണ്. ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്നാണ് കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കോഴിക്കോടിനെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ജില്ലയെ പറഞ്ഞതാണ്. കോഴിക്കോട് ഒരു പ്രശ്നമില്ല. കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം ലീഗും UDF-ഉം ബോധപൂർവം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് ചരിത്രമാണ്. അങ്ങനെ കള്ളക്കഥ പ്രചരിപ്പിച്ച് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതാണ് ഈന്തുള്ളതിൽ ബിനു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന അത്തരമൊരു വ്യാജ പ്രചരണത്തിന്റെ ബാക്കി പത്രമായി കോടതിയിൽ കേസ് വരികയും ആ കേസിൽ കോടതി വിചാരണ പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തു. ഞാൻ അതിവിടെ പറയാൻ കാരണം അത് പല മാധ്യമങ്ങളും മൂടിവെച്ചു. അത് തുറന്ന് പറയാൻ, വിമർശിക്കാൻ തയ്യാറായില്ല. ശൈലജ ടീച്ചർക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കോടതി ശിക്ഷിച്ചത് ലീഗ് പ്രവർത്തകനെയാണ്, ഭാരവാഹിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിലും എന്താണ് വസ്തുത എന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് പരിശോധനയും കോടതി ഇടപെടലും ഒക്കെ വരട്ടെ എന്നതാണ് നമുക്ക്. എന്തെങ്കിലും വിശ്വാസ്യതയുള്ള ആളുകളുടെ വാർത്തയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ ഒരു രസമുണ്ട്. ഇത്തരത്തിലുള്ള
വാർത്തകളോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിക്കുന്ന സംഭാവനകളെല്ലാം ഇപ്പോൾ നല്ല പരിശോധനയ്ക്കും ഓഡിറ്റിനും വിധേയമാകുന്നതാണ്. അതെല്ലാം വ്യവസ്ഥാപിതമായി കണക്ക് കൊടുക്കുന്നതാണ്. അതെല്ലാം അതിൻ്റെ വഴിയിൽ പോകുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തോട് പ്രതികരിച്ച് സമയം കളയാൻ ഞാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചു, പറഞ്ഞോളൂ. എന്താ ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. ചോദ്യം വന്നത് നന്നായി. ഞാനതിൽ ഒരു കാര്യം വ്യക്തത വരുത്തണമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അവിടുത്തെ പയ്യന്നൂരിലെ കണക്ക് സംബന്ധിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. അത് ചില ആളുകൾ തെറ്റായി ധരിച്ചു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഈ പറയുന്ന വ്യക്തിയെ ഞാൻ കള്ളനെന്ന് ആക്ഷേപിച്ചു എന്ന നിലയിൽ ചില ആളുകൾ അത് പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരുന്നു. നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ തന്നെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വയനാട് ഫണ്ടിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ഈ കണക്ക് പ്രതിപക്ഷം ചോദിക്കുന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ എന്നോടുള്ള ചോദ്യം. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടിയാണ്. വയനാട് ഫണ്ട് മോഷ്ടിച്ച ആളുകൾക്ക് ഇതൊന്നും ചോദിക്കാൻ അവകാശമില്ല എന്നതാണ്. ഒരു കള്ളൻ ചോദിച്ചാൽ വെക്കാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്ക് വേണമെങ്കിൽ ഇടയാക്കാവുന്ന ഒരു ഇതാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ വാർത്തയ്ക്ക് ഹെഡിങ് ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്നും വേണ്ട, അത് വേണ്ട. ഞാൻ അതിലൊരു വ്യക്തത വരുത്തിയതാണ്. ഞാൻ വ്യക്തത വരുത്തിയത് വയനാട് ഫണ്ട് മോഷ്ടിച്ചവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു വിശേഷണം ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചല്ല, ആരെക്കുറിച്ചും വ്യക്തിപരമായി അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു ശൈലി എനിക്കില്ല. അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടില്ല. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ കേട്ടപ്പോൾ വേണമെങ്കിൽ ആ ഭാഗം മുറിച്ചെടുത്ത് കേട്ടാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. അത് വേണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കാര്യത്തിലേക്ക് അതെ അത് ഞാൻ പറയാം. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നതേയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒക്കെ ഇടയിൽ അദ്ദേഹത്തിന് അങ്ങനെ സമയമൊന്നും കിട്ടി കാണില്ല. ഇനി നാളെ അതല്ല, അദ്ദേഹം വന്ന് പറയാണ് ഞാൻ തന്നെ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല, ഞാനത് സമ്മതിക്കുകയും ചെയ്യാം. പക്ഷെ അതിലെ ആദ്യാവസാനമുള്ള വാചകങ്ങൾ, അതിന്റെ ശൈലിയൊക്കെ കണ്ടാൽ അത് ആരെഴുതിയതാണ് എന്നും വളരെ വ്യക്തമാണ്. ഘടനാരൂപത്തിൽ അഭിരമിക്കുന്ന എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങൾ കണ്ടില്ലേ നിങ്ങൾ സംഘടനയുടെ? അപ്പോൾ ആരെഴുതിയതാണെന്നൊക്കെ വ്യക്തമാണ്. ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞേ ഉള്ളൂ. പ്രശ്നം എന്താണ്? ആ പോസ്റ്റിലുടനീളം വ്യക്തിപരമായ ആക്ഷേപമാണ് ആ പോസ്റ്റ് ഉന്നയിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, മറ്റത് അഭിരമിക്കുന്ന ആളാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞു. അത്തരം വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിനും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് തയ്യാറാക്കിയ ആളുടെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമേയില്ല. ഞാൻ മുൻപോട്ട് വെച്ചത് രാഷ്ട്രീയവും ആശയപരവുമായ പ്രശ്നങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയോ അദ്ദേഹം ഇപ്പോൾ കാണിച്ച ശൈലിയിൽ തിരിച്ചുള്ള ഒരു വിമർശനത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയമായി വിമർശിക്കും, രാഷ്ട്രീയമായി എതിർക്കും, അതിലൊരു സംശയവുമില്ല. ഇപ്പോ ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന ബാങ്ക് അക്കൗണ്ട് വ്യക്തിപരമായ അക്കൗണ്ട് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെയും, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ അല്ലല്ലോ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. വ്യക്തിപരമായ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുൻപാകെ പുകമറ സൃഷ്ടിച്ചില്ലേ? പിന്നീട് അത് വ്യക്തിപരമായ അക്കൗണ്ട് അല്ല, ഇദ്ദേഹം തന്നെയും കൈകാര്യം ചെയ്തിട്ടുള്ള പൊതു അക്കൗണ്ടാണ് എന്നത് വന്നില്ലേ? സത്യം വന്നില്ലേ? അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു കളവ് പറഞ്ഞത്? കള്ളം പറഞ്ഞ് എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലെ CPIM-ന് ഒരു പൈതൃകമുണ്ട്, അത് അദ്ദേഹത്തിനും അറിയുന്നതാണ്. ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിക്കുന്നോ ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. പണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം CPIM-നെ വിമർശിക്കാൻ വേണ്ടി ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു, കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപാണ്. ആ ലേഖന പരമ്പരയുടെ തലക്കെട്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ചെങ്കൊടിക്ക് പിന്നിൽ കുമിഞ്ഞുകൂടുന്ന മൂലധനം എന്നായിരുന്നു. കേരളത്തിൽ അങ്ങോളമുള്ള പാർട്ടി ഓഫീസുകൾ, മറ്റ് കെട്ടിടങ്ങൾ, ഇതിന്റെയൊക്കെ ആസ്തി കണക്കാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ ആസ്തി ഉണ്ടായത്?
ജനങ്ങളോടുള്ള സത്യസന്ധതയാണ്. ജനങ്ങൾ പാർട്ടിയിൽ ഏൽപ്പിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം പോർലേൽക്കാതെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെ കാര്യത്തിൽ, പയ്യന്നൂരിൽ എന്നാണ് ആ രക്തസാക്ഷിത്വം ഉണ്ടായത്? 10 വർഷം മുമ്പല്ലേ? 10 വർഷം മുമ്പാണ്. അതിനുശേഷം കാലം എത്ര കടന്നുപോയി. രക്തസാക്ഷിയെ പിന്തുണയ്ക്കാൻ, ആ കുടുംബത്തെ പിന്തുണയ്ക്കാൻ പിരിച്ച ഫണ്ട് അതിനെല്ലാം വിനിയോഗിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ആ കുടുംബം, വീട്, കുടുംബത്തെ സാമ്പത്തിക പിന്തുണ, രക്തസാക്ഷി മണ്ഡപം, കേസ് കാര്യങ്ങൾ ഇനിയും തുടരേണ്ടി വരും. അതെല്ലാം തീരുമാനാനുസൃതമാണ് അവിടെ വന്നത്. അതിനൊക്കെ ശേഷം അദ്ദേഹം ഈ പറയുന്ന പരാതികൾ ഉന്നയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടല്ലോ, ഇല്ലേ? കൂട്ടിച്ചേർക്കപ്പെട്ടു. അദ്ദേഹം അതെല്ലാം അംഗീകരിച്ചു, അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പാർട്ടി തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിച്ചു. ഏരിയ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു, ജില്ലാ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അത് അപ്പോഴൊക്കെ ബോധ്യമായിരുന്നു. ഇപ്പോഴല്ലേ പിന്നെ വീണ്ടും തിരിച്ചിറങ്ങിയത്? അതെന്തിനു വേണ്ടിയാണ്? അതെന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പരാതികൾ ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങളിൽ വീണ്ടും കണക്കെല്ലാം അവതരിപ്പിച്ച് എല്ലാവരും അംഗീകരിച്ച് അദ്ദേഹത്തിന് പല ആക്ഷേപങ്ങളും ഉണ്ടാവാം. അതിനൊക്കെ ശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കപ്പെട്ടു ജില്ലാ കമ്മിറ്റിയിൽ. അദ്ദേഹം അതിന്റെ ഭാഗമായി യോഗങ്ങളിൽ പങ്കെടുത്തു, പ്രവർത്തിച്ചു. അദ്ദേഹം പുതിയ ആരോപണം ഉന്നയിച്ചു, ബാങ്ക് എന്തോ സ്ഥലമെടുത്തത് സംബന്ധിച്ച്. അതിനൊടുവിൽ അദ്ദേഹം തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറഞ്ഞു. എനിക്ക് പെശക് പറ്റി, വേണ്ടത്ര ആലോചിക്കാതെ അന്വേഷിക്കാതെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പകയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഞാൻ മറ്റൊരു വ്യക്തിപരമായ നിരീക്ഷണത്തിലേക്ക് പോകുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അനുചിതമായ രീതിയാണത്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ താല്പര്യങ്ങളായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖ്യ പരിഗണന. 2017 ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോ ആ സ്ഥാനം കിട്ടിയില്ല എന്ന അന്ന് മുതൽ പകയോടെ പോവുക. എത്ര കാലം ഒരു മനുഷ്യന് പകയോടെ പോകാൻ പറ്റും? വ്യക്തിപരമായ പകയല്ല, സമൂഹത്തിന്റെ ക്ഷേമമാവണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ലക്ഷ്യം. ആ പോസ്റ്റിന്റെ ഒടുവിലത്തെ വാചകം എന്താണ്? നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അഴിമതിക്കെതിരെ, അല്ലേ? സത്യത്തിന് വേണ്ടി. ആ വാക്കുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതിക്കെതിരായ പോരാട്ടം ബഹുമാന്യനായ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ നടത്തുന്നത് ആരോടൊപ്പം ചേർന്നിട്ടാ? കോൺഗ്രസിനോടൊപ്പം ചേർന്ന്. പ്രളയകാലത്ത് 1000 വീട് മുതൽ ഇങ്ങോട്ട് കോടാനുകോടി രൂപ പിരിച്ചു വഞ്ചിച്ച് സ്വന്തം നേതാക്കന്മാരുടെ സ്മാരകം, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരുടെ സ്മാരകം നിർമ്മിക്കാൻ പലവട്ടം പണം പിരിച്ച് അത് മുഴുവൻ മോഷ്ടിച്ച് അങ്ങനെ അഴിമതിയുടെ ആഴക്കയത്തിൽ ആറാടി നിൽക്കുന്ന കോൺഗ്രസിന്റെ കൈപിടിച്ച് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക? അദ്ദേഹം ആരോടൊപ്പം ചേർന്നു? അഴിമതിയുടെ സംഘടനാ രൂപത്തോടൊപ്പം ചേർന്നു, മോഷ്ടാക്കളുടെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു. അദ്ദേഹം കൈപിടിച്ചിരിക്കുന്ന ആ കൈപ്പത്തിയിൽ എത്ര രക്തസാക്ഷികളുടെ ചോരയാണുള്ളത്? എത്ര രക്തസാക്ഷികളുടെ ചോര! പയ്യന്നൂരിന്റെ തൊട്ടപ്പുറത്ത് എം കണ്ണനെയും സി കോറിനെയും ആലവളപ്പിൽ അമ്പുവിനെയും കുഞ്ഞിക്കണ്ണനെയും കുഞ്ഞപ്പനെയും ചുട്ടുകൊന്ന കോൺഗ്രസിന്റെ കയ്യിലെ ചോരയല്ലേ? ആ ചോരപുരന്റെ കൈയല്ലേ ഇപ്പോ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ കൊന്നൊടുക്കിയ, നാടിന്റെ സ്വത്ത് മുഴുവൻ മോഷ്ടിച്ച ഒരു തസ്കര കൊലയാളി സംഘത്തോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് പയ്യന്നൂരിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഞാനിപ്പോഴും ഉറച്ച് കരുതുന്നു, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായ പകയുടെയും വിദ്വേഷത്തിന്റെയും ആ മതിൽക്കെട്ടിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ മതിൽക്കെട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരും. അദ്ദേഹം തിരുത്തും എന്നാണ് എന്റെ പ്രതീക്ഷ. നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ വാർത്താ സമ്മേളനത്തിൽ കുറച്ചു നേരത്തെ ഞാൻ എന്താണ് പറഞ്ഞത്? 2 ദിവസം നേരത്തെ ആയിരുന്നുള്ളൂ. അത് പറയട്ടെ. അപ്പോ മറ്റേ ഞാൻ പറഞ്ഞു വന്നത്,
ഈ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കണക്ക് തട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ കരുതിയത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടെന്നാ. കാരണം എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരാണല്ലോ. എന്നോട് പറഞ്ഞു 2 ദിവസം കൂടി കഴിയുമ്പോൾ പുറത്തു വിടാൻ വേണ്ടി സാധനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി വന്നപ്പോൾ അത് ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതിയതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഒന്ന്, സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞാണോ? ആര് പറഞ്ഞതാ? ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. 5 കോടി ചെലവായിട്ടില്ല, 3 ചില്ലുവാനം കോടിയേ ചെലവായിട്ടുള്ളൂ. ഇപ്പൊ ഈ കണക്കിൽ ആ തിരുത്തൽ വരുത്തിയിട്ടാണല്ലോ കണക്ക്. അവിടെ തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വീട് വെക്കാനുള്ള കാശ് എവിടെ? ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധി കൂടി ഉള്ള ഒരു സംഘടനയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചത് വീട് വെക്കാൻ വേണ്ടി എന്ന പേരിൽ ഇനിയൊരു പിരിവ് കൂടി നടത്താനാണ്. മനസ്സിലായോ? പിരിച്ചടത്തോളം അടിച്ചു മാറ്റി ഈ കണക്ക് അവതരിപ്പിക്കുകയാണ്. അതാ പറഞ്ഞത്. കണ്ടില്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് ഇനി ഒരു പിരിവ് കൂടി നടത്താനാണ്. കേരളത്തെ 2ാം വട്ടം കൊള്ളയടിക്കാൻ ഒറ്റ ദുരന്തത്തിന്റെ പേരിൽ ഇരട്ട കൊള്ള. പ്രളയത്തിന്റെ പേരിൽ ഒറ്റക്കൊള്ളയാണ് നടന്നത്. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള. അതാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി 25 വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. അല്ലെ? 25 വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. അവർ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചില്ല. പകരം അവർ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയിട്ട് ആ കൂലി സംഭാവന ചെയ്യുന്നു. വിവിധ ചലഞ്ചുകൾ നടത്തുന്നു. ഇങ്ങനെ എല്ലാമായി സമാഹരിക്കുകയാണ് പണം. അങ്ങനെ അവർക്ക് 20 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. അതൊരു യുവജന സംഘടനയാണ്. പണം പിരിച്ചില്ല. പണം പിരിക്കാൻ ആപ്പ് ഉണ്ടാക്കിയില്ല. പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചില്ല. അവരുടെ പ്രവർത്തകരുടെ മനുഷ്യാധ്വാനവും ആക്രി സാധനങ്ങൾ ശേഖരിച്ചും മറ്റെല്ലാ വിധത്തിലും പണം സമാഹരിച്ചു കൊടുത്തു. അപ്പൊ ഡിവൈഎഫ്ഐയുടെ 1/4 പോലും ഒരു സംഘടനാ ശേഷിയില്ലാത്ത ഒരു തല്ലിപ്പൊളി സംഘടനയാണ് കോൺഗ്രസ് എന്നാണോ? ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് പറയുന്നത് 5 കോടിയുടെ കണക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു യുവജന സംഘടന ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാതെ അവരുടെ അധ്വാന ശക്തി കൊണ്ടും മറ്റു പ്രവർത്തനം കൊണ്ടും സമാഹരിച്ച തുകയുടെ 1/4 കേരളത്തിൽ പലവട്ടം ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പിരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രയേ ഉള്ളോ കോൺഗ്രസ്? നിങ്ങൾ വിശ്വസിക്കൂ? വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. വിമർശനത്തെ അടുത്ത കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റി. ഒപ്പം ഈ നിമിഷം വരെ ഇവർ പറഞ്ഞ എന്താണ്? ഫണ്ട് ജോയിന്റ് അക്കൗണ്ടിൽ സുരക്ഷിതമാണ്. വീട് പണി 10 ദിവസത്തിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞു തറക്കല്ലിടുന്നതിന് മുമ്പ്. അപ്പോ ആ ഫണ്ട് എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ അന്നുണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് എവിടെ? ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? ഇത് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെയോ വിമർശനത്തിന്റെയോ ആവശ്യമില്ല. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. 2ാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നു ആദ്യ ഭാഗം നിങ്ങൾ അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ സ്കൂൾ പൂട്ടുന്ന കാര്യം ചൂണ്ടിയിട്ടാണ് എന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണ്. കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ പൂട്ടിയത് UP ആണ്. നമ്മുടെ തൊട്ടടുത്ത കർണാടകയും പൂട്ടി. ഒരേ നയമാണ്. കോൺഗ്രസിനും ബി ജെ പിക്കും ഈ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ, ഇത്തരം ഭരണപരമായ നടപടികളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. അവർ ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലായതുകൊണ്ട് ഞാൻ UDF-നെ കൂടുതൽ വിമർശനങ്ങളിൽ എടുത്തു പറഞ്ഞു വന്നേയുള്ളൂ. എന്നാൽ രാജ്യത്തിന് ഭീഷണിയായിട്ടുള്ള സംഘപരിവാരത്തെ ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളിലും എല്ലായ്പ്പോഴും ശക്തമായി തന്നെ വിമർശിക്കുന്നതാണ്. അങ്ങേക്ക് അത് പരിശോധിക്കാൻ സാധിക്കും.
ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് LDF ഉം UDF ഉം തമ്മിലായതുകൊണ്ട് കൂടുതൽ UDF-നെ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോഴും UDF പിന്തുടരുന്നത് BJP-യുടെ നയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിമർശിച്ചത്. ആ വിമർശനങ്ങൾക്കെല്ലാം BJP-ക്കും അർഹതയുണ്ട്, ഒരു സംശയവും വേണ്ട, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാ പറഞ്ഞത്, ഈ കൊള്ള എനിക്ക് വന്നു ഇരട്ട കൊള്ളയിലും നിൽക്കൂല എന്നാ തോന്നുന്നു. പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ചതുഷ്കോണ കൊള്ളാന്നോ പഞ്ചകോണ കൊള്ളാന്നോ ഒക്കെ പുതിയ പുതിയ വാക്കുകൾ ചിലപ്പോൾ വേണ്ടി വരേണ്ടി വരും. ഏതായാലും ഒരു കൊള്ളപ്പരമ്പരയുടെ തുടക്കമാണ്. കോൺഗ്രസിനെ ഓർത്ത് കേരളം ദുഃഖിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യമായെങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചേക്കാം. എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷം വളർത്താനുള്ള തീർത്തും അപലപിക്കേണ്ട അസംബന്ധങ്ങളാണ് പറയുന്നത്. ഞാൻ ഇവരുടെ ഒന്നും സ്റ്റേറ്റ്മെന്റ് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ ഒരു തുരുത്തായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കും പ്രതീക്ഷയുള്ള ഒരു നാട് കേരളമാണ്. ആ കേരളത്തിൽ കൂടി വർഗീയ വിഷം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവർ ഈ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഇങ്ങനെ ഒരു ജിഹാദും ഇല്ല എന്നത് ആധികാരികമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി കേരളം വിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് സംബന്ധിച്ചാണ് വിമർശനമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജോലി തേടിയും മറ്റുമൊക്കെയായി വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കേരളത്തിലല്ല കൂടുതൽ. കേരളത്തിലേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ആരോപണം പറയാൻ പറ്റുമോ? അപ്പൊ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ, വർഗീയ വിഷം കലക്കാനുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രചാര വേലയാണ്. കേരളം അതിനെയെല്ലാം പുല്ലുപോലെ ചവിട്ടി അരച്ച് കളയും എന്നേ പറയാനുള്ളൂ.